നമസ്കാരം. നവജീവൻ ഫുട്ബോൾ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കോച്ച് വിനീത്. ഈ വീഡിയോയിൽ റൗണ്ട് ഓഫ് 16 നമ്മളിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിലുപരി നമ്മുടെ ഇന്നലത്തെ മാച്ച്, അതായത് റൗണ്ട് ഓഫ് 16 ഈജിപ്റ്റ് വേഴ്സസ് അർജൻറ്റീന മാച്ച്, അതിനെപ്പറ്റിയും കുറച്ച് സംസാരിക്കാം. എന്തായാലും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കട്ടെ. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മെസ്സി എന്ന പ്രതിഭാസം ഈ ടൂർണമെൻറ്റിൽ കാഴ്ചവെക്കുന്ന പ്രകടനം എന്ന് പറയുന്നത് അസാധ്യമാണ്. ശരിക്കും ഗോളടിക്കുന്നതായാലും കളിക്കുന്നതായാലും എല്ലാം അടിപൊളിയാണ്. അത് എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ഫീലായിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ മെസ്സി ഫാനാണോ, റൊണാൾഡോ ഫാനാണോ, അതോ എംബപ്പെ ഫാനാണോ, നെയ്മർ ഫാനാണോ, ബ്രസീൽ ഫാനാണോ, അങ്ങനെയൊന്നും നോക്കിയിട്ട് ഇപ്പോൾ കാര്യമില്ലാത്തൊരു രീതിയിലേക്കാണ് കളിയുടെ ഒരു മികവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ മാച്ചിൽ, ഇതിനു മുമ്പത്തെ മാച്ചിൽ ആദ്യത്തെ ഗോള് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ പാസിൽ അടിച്ച ഗോള്, പിന്നെ ഇന്നലത്തെ ഗോള്, ഈ രണ്ട് ഗോളും ഇതെങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലുകളിലെത്തി? ഇന്നലത്തെ ഗോളിൽ ആ ബോള് അയാൾ തന്നെ പാസ് ചെയ്തിട്ട് അവിടെ നിന്നൊരു ഹെഡർ വന്ന് അത് മറ്റൊരു പ്ലെയറിൻ്റെ കാലിൽ തട്ടി വീണിട്ട് അത് എങ്ങനെ മെസ്സിയുടെ തന്നെ കാലുകളിലെത്തി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നിയത്. അതൊരു ഒരു ദൈവത്തിൻ്റെ ഒരു ടച്ചസ് അവിടെ നടന്നിട്ടുണ്ടെന്ന് ഒരു ഫീൽ തോന്നിപ്പോയി. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അത് ഒരുക്കി കൊടുക്കുന്ന പോലെ തോന്നിപ്പോയി. അത് അയാൾക്ക് വേണ്ടിയിട്ടുള്ള ബോളാണ്, അയാൾ ഗോൾ അടിക്കണം എന്നുള്ളത്, അത് ഡെസ്റ്റിനി എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് അയാളുടെ കാലുകളിലെത്തി. അത് അയാൾ കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ സൂപ്പർ ഗോളായിരുന്നു. അത് ഒരു റൊമാൻറ്റിഫിക്കേഷൻ തരുന്നൊരു ഗോളായിരുന്നു. ഏറ്റവും ഒരു ഫീലാണത്. അത് അമേസിങ്, പറയാൻ വാക്കുകളില്ല. അതുപോലെ തന്നെ ഈ വേൾഡ് കപ്പിന് മെസ്സി വേണം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ആരൊക്കെ പോയെന്ന് പറഞ്ഞാലും, ബ്രസീൽ പോയാലും, പോർച്ചുഗൽ പോയാലും, നെയ്മർ പോയാലും, അല്ല ഹമീഷ് റോഡ്രിഗസ് പോയാലും, റൊണാൾഡോ പോയാലും, മെസ്സി അവിടെ ഉണ്ടാവണം എന്നുള്ളത് ഓൾറെഡി തീരുമാനിക്കപ്പെട്ട പോലൊരു കാര്യമാണ്. എന്തൊരു മത്സരമായിരുന്നു! ആദ്യം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈജിപ്റ്റ് ഗോൾ അടിക്കുന്നു 15ാമത്തെ മിനിറ്റിൽ. അതിനുശേഷം മെസ്സിക്ക് ഒരു പെനാൽറ്റി ലഭിക്കുന്നു. ആ മെസ്സി അത് മിസ് ചെയ്യുന്നു. അതിനുശേഷം 1-0 ഹാഫ് ടൈമിൽ പിരിയുന്നു. അതിനുശേഷം വീണ്ടും 67ാമത്തെ മിനിറ്റിൽ ഒരു കിടിലൻ കൗണ്ടർ അറ്റാക്കിംഗ് ഗോളിലൂടെ ഈജിപ്റ്റ് ലീഡ് ഉയർത്തുന്നു. പിന്നീട് 79ാമത്തെ മിനിറ്റിൽ ഗോളടിക്കുന്നു. അതിനുശേഷം 83ാമത്തെ മിനിറ്റിൽ വീണ്ടും ഗോൾ വരുന്നു. പിന്നെ ഗോൾ ഡിസോൾവ് ചെയ്യുന്ന ഒരു സീൻ. അതിനുശേഷം 92ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിൻ്റെ ഗോളിൽ വിജയം. എവിടെയൊക്കെയോ പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കാം ആദ്യത്തെ ഗോളിന് ശേഷവും രണ്ടാമത്തെ ഗോളിന് ശേഷവും എല്ലാം അർജൻറ്റീന തിരിച്ചു വരും, അർജൻറ്റീന അടിക്കും എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിലപ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ടാവും മെസ്സിക്ക് പെനാൽറ്റി കിട്ടും, മെസ്സി പെനാൽറ്റി അടിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാം. ഫ്രീ കിക്ക് കിട്ടും, ഫ്രീ കിക്ക് ഗോൾ അടിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാം. എങ്കിലും ആ ഒരു ഗോൾ, ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. അതൊരു ഫീൽ തന്നെയായിരുന്നു എല്ലാ അർജൻറ്റീന ഫാൻസിനും. പലർക്കും, ഞാൻ ബ്രസീൽ ഫാനാണ്, പക്ഷേ ഏത് ഫാനെന്ന് പറഞ്ഞാലും, എവിടുത്തുകാരെന്ന് പറഞ്ഞാലും ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഫുട്ബോൾ ഫാൻ എന്നുള്ളൊരു രീതിയിൽ ചില കാര്യങ്ങൾ കാണാനും അനുഭവിക്കാനും കഴിയുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഒരു ഫീൽ ഉണ്ടായത്. അതിനോടൊപ്പം ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് കാണുന്നത് റെഫറിങ്ങിലെ പ്രശ്നങ്ങളും പോരായ്മകളുമാണ്. വാർ ഉപയോഗിക്കുന്നതും വാർ ഉപയോഗിക്കാതിരിക്കുന്നതും ഇപ്പോൾ ഡിസ്കഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ചില ടീമുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ചില ടീമുകൾക്ക് അത് കിട്ടാത്ത രീതിയിലും ഇപ്പോൾ വാർ ഡിസ്കഷൻസും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിലാണെങ്കിൽ തന്നെ ഒരുപാട് അവസരങ്ങളിൽ റെഫറി വൺ സൈഡഡായിട്ട് വിസിൽ ചെയ്തു. വാർ നോക്കേണ്ട സമയത്ത് നോക്കിയില്ല, നോക്കേണ്ടാത്ത സമയത്ത് പോയി നോക്കിയിട്ട് അർജൻറ്റീനയ്ക്ക് ഫേവർ ചെയ്തതായിട്ടും, പിന്നെ അർജൻറ്റീന പ്ലേയേഴ്സ് ഒരുപാട് ഫൗൾ ചെയ്യുന്നത് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അവർക്ക് അതിനുള്ളൊരു അനുവാദം ആരോ കൊടുത്തിട്ടുള്ള പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫൗൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിക്കുക, തള്ളുക, ചവിട്ടുക എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് ഫുട്ബോൾ അതായത് ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നുണ്ട്, നല്ലതുപോലെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഫിഫ പേജസിലായാലും പ്രസിഡൻറ്റിൻ്റെ പേജസിലായാലും
പിന്നെ മെസ്സിയുടെ പേജിലായാലും എല്ലായിടത്തും ഭയങ്കരമായിട്ട് ഇത് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇതിനുള്ളൊരു ആക്ഷനൊന്നും കാണുന്നില്ല. നേരത്തെ ഫസ്റ്റ് മാച്ചിൽ തന്നെ അൾജീരിയയുടെ എതിരെയുള്ള മത്സരത്തിൽ തന്നെ മെസ്സിക്ക് റെഡ് കാർഡ് കിട്ടിയില്ല എന്നുള്ളത് തന്നെ ഭയങ്കര ചർച്ചയായിരുന്നു. അൾജീരിയ അതിന് വേണ്ടിയിട്ട് എതിരായിട്ട് കംപ്ലൈൻറ്റ് ചെയ്തതാണ്. പക്ഷേ അതിനൊന്നും ഒരു ആക്ഷൻ ഉണ്ടായിട്ടൊന്നും ഇതുവരെ അറിയില്ല. ഇപ്പോൾ ഇതിന് ഇപ്പോൾ റീമാച്ച് വേണമെന്ന് വരെ പറയുന്നവരുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അറിയായിരുന്നു ഫസ്റ്റ് ഈജിപ്റ്റ് ഗോൾ അടിച്ച ശേഷം ഉറപ്പായിട്ടും ഒരു പെനാൽറ്റി വരുമെന്നും ഫ്രീ കിക്ക് വരുമെന്നും തിരിച്ചടിക്കുമെന്നും എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ ഈവൻ ഡിസലൗഡ് ഗോൾ ഒക്കെ അത് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. മാത്രമല്ല മുഹമ്മദ് സലയെ ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്തെന്നും അല്ലാതെ രണ്ടാമതൊരു പ്ലെയറിനെ ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്തൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ ചെയ്യുന്നില്ല. ഏകദേശം ഇത് എന്താണോ ആർക്കോ വേണ്ടി എന്തൊക്കെയോ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പം എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇതിൽ ചിലപ്പോൾ ഇത് പൊട്ടിക്കാൻ സാധ്യതയുള്ളത് ഫ്രാൻസാണ്. ഫ്രാൻസ് ഇനി അടുത്ത കളിയിൽ തോറ്റാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലോ അതൊന്നും നടക്കില്ല. ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഏറ്റവും നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുന്ന 4 ടീമുകളാണ്. ഒന്ന്, എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ബെൽജിയം ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ബെൽജിയത്തിൻ്റെ അടുത്ത മത്സരത്തിൽ അവർ ജയിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് ഓരോ മത്സരങ്ങളിലും ഫൈറ്റ് ചെയ്യുകയാണ്. അത് നമുക്ക് കാണാൻ കഴിഞ്ഞ മത്സരത്തിലായാലും അതിന് മുമ്പുള്ള മത്സരത്തിലായാലും ഫൈറ്റ് ചെയ്തിട്ടാണ് ജയിച്ചത്. മൂന്നാമതെന്ന് പറയുന്നത് അർജൻറ്റീന തന്നെയാണ്. അർജൻറ്റീന ജയിക്കാനുള്ള സാധ്യതകളും ഏറ്റവും കൂടുതൽ. അപ്പോൾ ചിലപ്പോൾ അർജൻറ്റീന ഫ്രാൻസ് അല്ലെങ്കിൽ അർജൻറ്റീന ഇംഗ്ലണ്ട് ഫൈനലിൽ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ റൗണ്ട് ഓഫ് 16 വരെ ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മെസ്സി ടോപ്പ് സ്കോററിൽ 8 ഗോളുകളായിട്ട് ടോപ്പ് സ്കോററിൽ നിൽക്കുവാണ്. എംബപ്പെ തൊട്ട് പിന്നാലെയുണ്ട് 7 ഗോളുകൾ. അതുപോലെ തന്നെ എർലിംഗ് ഹാലണ്ട് 7 ഗോളുകളായിട്ടുണ്ട്. പിന്നെ ഹാരി കെയ്ൻ 6 ഗോളുകളായിട്ടുണ്ട്. പിന്നെ ഓൾ ടൈം ടോപ്പ് സ്കോററിൽ നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് കപ്പിൽ മെസ്സി ഇപ്പോൾ 21 ഗോളുകളായി, എംബപ്പെ 19 ഗോളുകൾ, മിറോസ്ലാവ് ക്ലോസെ 16, റൊണാൾഡോ 15, പിന്നെ ഹാരി കെയ്ൻ 14. ഇങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ സെറ്റായിട്ടുണ്ട്. ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. മൊറോക്കോ റൗണ്ട് ഓഫ് 16 നേരിട്ടത് കാനഡയാണ്. ഒരു നല്ല മാച്ചായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കാനഡ ഫൈറ്റ് ചെയ്തെങ്കിലും സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് മൊറോക്കോ അതിനെ തകർത്തു. ഫ്രാൻസ് പരാഗ്വേ മത്സരം എന്ന് പറയുന്നത് പരാഗ്വേ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അവർ ഫുട്ബോൾ വിട്ടിട്ട് റഗ്ബി അല്ലെങ്കിൽ ബോക്സിംഗ് എന്ന ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ മത്സരം കളിച്ചത്. ഫ്രാൻസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നില്ല. എംബപ്പെ വീണ്ടും ഗോളടിച്ചു. അടിപൊളി അറ്റാക്കിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഓൾറെഡി അവിടെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ സ്പെയിൻ പോർച്ചുഗൽ മത്സരമായിരുന്നു ഉണ്ടായിരുന്നത്. റൊണാൾഡോയുടെ അവസാന മത്സരം എന്നുള്ള ഇൻ്റർനാഷണൽ മത്സരം എന്നുള്ളൊരു രീതിയിലാണ് പലരും അതിനെ കണ്ടത്. ഓൾറെഡി പലർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ആ മത്സരത്തിൽ പോർച്ചുഗൽ തോൽക്കും, സ്പെയിൻ ജയിക്കും എന്നുള്ളത്. പിന്നെ സ്പെയിൻ 1-0 ജയിച്ചെന്നുള്ളതാണ്. അവസാന നിമിഷമാണ് ഗോൾ വന്നത്. റൊണാൾഡോ എന്ന് പറയുന്ന ഒറ്റയാൾ പോരാട്ടം നടത്തിയതായിട്ടാണ് പലർക്കും തോന്നിയത്. ആ മത്സരത്തിൽ അവരുടെ പ്രതിഭാധനരായ പല പ്ലേയേഴ്സ് ഉണ്ടായിട്ടും കാര്യമായിട്ടൊന്നും സംഭാവന ചെയ്യാതെ പോർച്ചുഗലിൻ്റെ നിറമങ്ങിയൊരു പ്രകടനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ റൗണ്ട് ഓഫ് 16 മത്സരത്തിലും കണ്ടത്. തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ് നടന്നു വന്നതെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നിരാശാജനകം. അവരൊരിക്കൽ പോലും അതിനൊരു മാറ്റം ഉണ്ടായില്ല. ബ്രൂണോ ഫെർണാണ്ടസ് ആകട്ടെ, വിറ്റീഞ്ഞ ആകട്ടെ, അങ്ങനെയുള്ള ആരും തന്നെ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. ഒരു ടീം സ്പിരിറ്റ് ഇല്ലാത്ത രീതിയിലാണ് പലരും കളിച്ചത്. പിന്നെ ബെൽജിയം യു എസ് എയുടെ പ്ലെയർ ബലഗന് റെഡ് കാർഡ് കിട്ടി. അതിനുശേഷം അദ്ദേഹത്തിന് കളിക്കാൻ അനുവദിച്ചു എന്നുള്ള കോൺട്രവേഴ്സിയൊക്കെ വന്നതിന് ശേഷമാണ് ഈ മത്സരം നടന്നത്. എന്നാൽ കളിയിൽ അതൊന്നും വന്നില്ല. ശരിക്കും പറഞ്ഞാൽ ബെൽജിയം അവരെ തരിപ്പണായി കളഞ്ഞു. 4-1 ജയിച്ചത്. പിന്നെ നോർവേ ബ്രസീലിനുമായിട്ടായിരുന്നു കളി. ബ്രസീൽ മികച്ച അവസരങ്ങൾ, പെനാൽറ്റി ഉൾപ്പെടെയുള്ള മികച്ച അവസരങ്ങൾ കിട്ടിയിട്ടും അത് മുതലാക്കാനാവാതെ നോർവേയുടെ എർലിംഗ് ഹാലണ്ടിൻ്റെ 2 അടിപൊളി ഗോളുകൾക്ക് നോർവേയോട് പരാജയപ്പെട്ട് പുറത്തുപോയി. നെയ്മറിൻ്റെ അവസാന ഇൻ്റർനാഷണൽ മത്സരം കൂടിയായിരുന്നു എന്നുള്ളത് കാണണം. വിനീഷ്യസ് പോലുള്ള മികച്ച പ്ലെയേഴ്സിൻ്റെയും എൻട്രിക്കിന് കിട്ടിയ നല്ലൊരു അവസരമൊക്കെ മിസ്സായത് എല്ലാം ഈ ഒരു അവസരത്തിൽ ബ്രസീൽ ഫാൻസിൻ്റെ ഒരു വേദനയായിട്ടുള്ളൂ. പിന്നെ ഇംഗ്ലണ്ട് നേരിട്ടതെന്ന് പറയുന്നത് മെക്സിക്കോയായിരുന്നു. മെക്സിക്കോ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യാതെ റൗണ്ട് ഓഫ് 16 വരെ വന്ന ടീമാണ്. ആ ടീമിനെ ഇംഗ്ലണ്ട് അടിച്ചു പുറത്തു കളഞ്ഞു. ബെലിംഗ്ഹാമിൻ്റെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു, അൺബിലീവബിൾ പെർഫോമൻസ് ആയിരുന്നു. ഡബിൾ ഗോൾ, അതിനുശേഷം ഗോൾ ക്ലിയറിങ്, പിന്നെ ഡിഫെൻഡിങ്,
എന്തൊരു പെർഫോമൻസ് ആയിരുന്നു, സൂപ്പർ പെർഫോമൻസ്. വീണ്ടും ഹാരി കെയ്ൻ ഗോൾ അടിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ അർജൻറ്റീന ഈജിപ്റ്റ് മത്സരമായിരുന്നു. അർജൻറ്റീന ഈജിപ്റ്റ് മത്സരം നിങ്ങൾക്കറിയാം എന്താണ് നടന്നതെന്നുള്ളത്. 3-2 അവസാന സ്കോർ 3-2 ആയിരുന്നു. പിന്നെ സ്വിറ്റ്സർലൻഡ് കൊളംബിയ മത്സരം പെനാൽറ്റിയിലാണ് അവസാനിച്ചത്, 0-0 ആയിരുന്നു. അങ്ങനെ സ്വിറ്റ്സർലൻഡ് ആണ് അഡ്വാൻസ് ചെയ്തത്. ഇനി ക്വാർട്ടർ ഫൈനലിൽ അർജൻറ്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഫ്രാൻസ് മൊറോക്കോയാണ് നേരിടുക. സ്പെയിൻ നേരിടുന്നത് ബെൽജിയത്തിനെയാണ്. അതിൽ നോർവേ നേരിടുന്നത് ഇംഗ്ലണ്ടിനെയാണ്. അപ്പോൾ ഇതാണ് ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇതിൽ ആര് എത്ര സ്കോറിൽ ജയിക്കും എന്നുള്ളത് നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്തെങ്കിലും അഭിപ്രായമായിട്ട് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാ മെസ്സി ഫാൻസിനും അർജൻറ്റീന ഫാൻസിനും എല്ലാവർക്കും ആശംസകൾ. കാരണം മെസ്സി കൺസിക്യൂട്ടീവായിട്ട് ഇപ്പോൾ എല്ലാ മത്സരങ്ങളിലും ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 9 മത്സരങ്ങളിൽ തുടർച്ചയായി ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മത്സരങ്ങളിൽ അദ്ദേഹം ഗോൾ അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വേൾഡ് കപ്പിൻ്റെ ഒരു ആശംസ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.